Hello my students. Today we are going to learn about a new topic that is respiration without oxygen. So ഇതുവരെ നമ്മൾ റെസ്പിറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഇറ്റ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ആൻഡ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലങ്സ് ആൽവിയോളൈൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതെങ്ങനെയാണ് അതിൽ പ്രോസസ്സിങ് നടത്തുന്നത് എന്നായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എക്സ്പെല്ലിങ് ബൈ പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് എക്സ്പെൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് അല്ലേ. സോ another topic is the respiration without oxygen. Let's see. Many organisms like bacteria, yeast, etc. can survive even in the absence of oxygen. If so, how they get energy for their life process? So, ഈ ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവ they can survive with the absence of oxygen. ഓക്സിജൻ ഇല്ലാതെയും അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതിന് മുന്നായിട്ട് നമുക്ക് ഇല്ലുസ്ട്രേഷനിൽ കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു വിത്തൗട്ട് ഓക്സിജൻ ആണ്. സോ ദ റെസ്പിറേഷൻസ് ആർ ഓഫ് മെയിൻലി ടു ടൈപ്സ്. റെസ്പിറേഷൻ എന്ന് പറയുന്നത് മെയിൻലി ടു ടൈപ്സ് ആണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ആണ് എന്നുണ്ടെങ്കിൽ വി കോൾഡ് ഓക്സിജൻ വി കോൾഡ് എയ്റോബിക് റെസ്പിറേഷൻ. ഓക്കെ, എയ്റോബിക് റെസ്പിറേഷന് എക്സാമ്പിൾസ് ആണ് ഹ്യൂമൻ ബീങ്സ്. ഇസ് ഇറ്റ്? യെസ്, we are the example for aerobic respiration and respiration without oxygen. അതായത് ഓക്സിജൻ ഇല്ലാതെയാണ് അവിടെ റെസ്പിറേഷൻ പോസിബിൾ ആകുന്നത് എന്നുണ്ടെങ്കിൽ that process is known as anaerobic expiration, and examples for anaerobic respiration are bacteria and yeast. So the respirations are of mainly two types, aerobic and anaerobic. Aerobic, which means with the help of oxygen, we call aerobic respiration. Example, human being. Anaerobic respiration, which means without oxygen, that's called anaerobic respiration. And examples for anaerobic respirations are, yes, bacteria and yeast. Okay, so എങ്ങനെയാണ് അവർ വിത്തൗട്ട് ഓക്സിജൻ ഇല്ലാതെ എങ്ങനെയാണ് റെസ്പിറേഷൻ പോസിബിൾ ആകുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ബാക്ടീരിയ, ഈസ്റ്റ് അവർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഗ്ലൂക്കോസിൻ്റെ ഫോമുല എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? C6H12O6. ഓക്കെ, സോ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്ലൂക്കോസിനെ അവർ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? പൈറൂവിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പൈറൂവിക് ആസിഡിനെ ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ബാക്ടീരിയാസ് ലാക്റ്റിക് ആസിഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൈറൂവിക് ആസിഡിനെ ഈസ്റ്റ് എന്താക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? യെസ്, ആൽക്കഹോൾ ആൻഡ് CO2 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൂം? ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. ദ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൈറൂവിക് ആസിഡ്, ആൻഡ് ഹിയർ ദ ബാക്ടീരിയാസ് ആർ കൺവേർട്ടഡ് pyruvic acid into lactic acid, and the process is called lactic acid fermentation. Okay, here glucose is converted into pyruvic acid. Here the yeast converted pyruvic acid into alcohol and carbon dioxide, and the process is known as alcohol fermentation. Okay, ഇവിടെ വെച്ചിട്ട് ഈ ബാക്ടീരിയാസ് ഈസ്റ്റ് ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് അവർ
2 ATP മോളിക്യൂൾസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് അവർ എനർജി റിലീസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യും, അതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് 2 ATP മോളിക്യൂൾസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയ പൈറുവിക് ആസിഡിനെ കൺവേർട്ടഡ് ഇൻ ടു ലാക്റ്റിക് ആസിഡ് ആൻഡ് ദാറ്റ്സ് പ്രോസസ് ഈസ് നോൺ ആസ് ലാക്റ്റിക് ആസിഡ് fermentation. And yeast convert pyruvic acid into alcohol and carbon dioxide, and this process is called alcohol fermentation. Okay, so that's anaerobic respiration. ഇതൊരു സംഭവം, ഈ ഒരു ഫ്ലോ ചാർട്ട് ബൈ ഹാർട്ട് ചെയ്യുക. എന്താണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, എന്താണ് ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ, എന്താണ് എന്നുള്ളതൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫെർമെൻറ്റേഷൻ ഇൻ ഡെയിലി ലൈഫ്. എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഫെർമെൻറ്റേഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫെർമെൻറ്റിംഗ് ബാറ്റർ ടു സോഫ്റ്റൺ ഇറ്റ് എ മിക്സ്ചർ ഓഫ് ഫ്ലോർ ആൻഡ് ലിക്വിഡ്. അതായത് നമുക്കറിയാം നമ്മുടെ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശകളിലൊക്കെ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഫോർ ആഡിങ് ഈസ്റ്റ്? ഇറ്റ്സ് സോഫ്റ്റൻ ചെയ്യാനും പഫി ആകാനുമാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. സോ അതിന് ബാക്കിൽ നടക്കുന്ന കെമിസ്ട്രി എന്തെന്ന് വെച്ചാൽ അവിടെ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റിലാണ് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. സോ അവിടെ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫുഡ് ഐറ്റംസ് നമുക്ക് സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ലാക്ടോബാസില്ലസ് ബാക്ടീരിയ. അതായത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അവിടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ വിച്ച് മീൻസ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട് വിത്ത് ലാക്ടോബാസില്ലസ് ബാക്ടീരിയ. ദാറ്റ് മീൻസ് മിൽക്കിനെ കേർഡാക്കുക, പാല് തൈരാക്കുന്ന ഒരു ഇൻസ്റ്റൻസ് നമുക്ക് നമ്മുടെ വീടുകളിൽ അറിയാം. സോ ദാറ്റ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലാക്ടോബാസില്ലസ് ബാക്ടീരിയയാണ് നമ്മുടെ മിൽക്കിനെ കേർഡാക്കി ചേഞ്ച് ചെയ്യുന്നത് with the help of lactic acid fermentation. So അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഫെർമെൻറ്റേഷൻസ് ആണ് അല്ലേ. ഓക്കെ, ആൻഡ് ഹിയർ ദർ ആർ 3 questions. First one is fermentation during the curding of milk and the microorganism. എങ്ങനെയാണ് അവിടെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ആൻസർ ഈസ് when milk turns to curd, the lactobacillus bacteria synthesize lactic acid. മിൽക്ക് കേർഡ് ആകുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലാക്ടോബാസില്ലസ് ബാക്ടീരിയ ലാക്റ്റിക് ആസിഡിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മിൽക്ക് കേർഡായിട്ട് മാറുന്നത്. ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് വൺ പ്രോസസ് ബിഹൈൻഡ് ബാറ്റർ ബിക്കം സോഫ്റ്റ് ആൻഡ് പഫി. എന്തുകൊണ്ടാണ് നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ ആ ഒരു ബാറ്റർ സോഫ്റ്റ് ആൻഡ് പഫി ആകുന്നത് എന്നാണ് ചോദിച്ചത്. ആൻഡ് ആൻസർ ഈസ് വെൻ ഈസ്റ്റ് സെൽ ഫെർമെൻറ്റിങ് ബാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് സെൽസ് ബാറ്ററിന് ഫെർമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ CO2 അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ CO2 ഫോം വിച്ച് മീൻസ് ദ ബാറ്റർ ബിക്കം മോർ പഫി ആൻഡ് സോഫ്റ്റ് ആകുന്നതാണ്. Okay, and that's the answer of the second question, that is when yeast cells fermenting batter CO2 is formed, the batter becomes soft and puffy. And the third question, a practical definition for fermentation. Fermentation ഒരു definition കൊടുക്കാനാണ്. And the answer is during anaerobic respiration glucose is incompletely oxidized and broken down into lactic acid and alcohol. So fermentation ഒരു definition കൊടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണ് anaerobic respiration ടൈമിൽ. ദാറ്റ് മീൻസ് ഡ്യൂറിങ് anaerobic respiration glucose is incompletely oxidized. അത് incompletely oxidized ആണ്, and then they break down into lactic acid and alcohol, and the process is called fermentation. Okay,
In certain circumstances, anaerobic respiration takes place in human being also. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീങ്സിൽ എയറോബിക് റെസ്പിറേഷൻ ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ബട്ട് ഇൻ സം കേസസ് അനാറോബിക് റെസ്പിറേഷൻസ് ആർ ആൾസോ ടേക്ക് പ്ലേസ് ഇൻ അവർ ഹ്യൂമൻ ബോഡി. ഡ്യൂറിങ് സ്ട്രെനിയസ് എക്സസൈസ് എനർജി യൂട്ടിലൈസേഷൻ ഇൻ മസിൽ ഇൻക്രീസസ് and the oxygen availability decreases. Strenuous exercise, which means നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മസിൽസിൽ എനർജി യൂട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. സോ അവിടെ ഓക്സിജൻ അവൈലബിലിറ്റി കുറയുന്നുണ്ട്. അറ്റ് ദിസ് ടൈം ഓർ ഇൻ സച്ച് സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? മസിൽ സെൽസ് പ്രൊഡ്യൂസ് എനർജി ബൈ അനാറോബിക് റെസ്പിറേഷൻ. സോ അവിടെ മസിൽ സെൽസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അനാറോബിക് റെസ്പിറേഷൻസ് വഴിയാണ്. സോ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിൽ സെൽസിൽ ഫോം ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദി അനാറോബിക് റെസ്പിറേഷൻ വഴി നമ്മുടെ മസിൽസിൽ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ചില ടൈമുകളിൽ അനാറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ. Fermentation is used not only in daily life but as a technology in the industrial sector also. നമ്മുടെ ഡെയിലി ലൈഫിൽ മാത്രമല്ല ഇൻഡസ്ട്രിയലും ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. Production of many bakery items can be associated with this. ഒരുപാട് ബേക്കറി ഐറ്റംസ് ഒക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതുമായിട്ട്? യെസ്, ഓഫ് കോഴ്സ് ദ പ്രോസസ് ഓഫ് ഫെർമെൻറ്റേഷൻ. The possibilities of this technology can be made use of small scale industries and in other vocations. ഒരുപാട് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലും വൊക്കേഷൻസിലും ഒക്കെ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. And the next topic is do not damage the respiratory system. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഡാമേജ് ചെയ്യാതെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് the next topic. Okay. What are the instances that are harmful to the health of the respiratory system? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റൻസ് ഏതൊക്കെയാണ്? യെസ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലെൻസിന് ഹാമാണ് ജേംസ്, അല്ലേ? ജേംസ്, ടോക്സിക് സബ്സ്റ്റൻസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഓർ ലങ്സിന് ഹാംഫുൾ ആണ്. ഓക്കെ. Lungs can be damaged by dust, germs, chemicals, etc., which are contained in the air we breathe in. Is it? Yes. The respiratory system itself has certain mechanisms to protect lungs from those hazardous instances. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നോസിൽ കാണുന്ന ഹെയർ സെൽസും മ്യൂക്കസും ഒക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ജെംസിനെയും ഒക്കെ ഒരു പരിധി വരെ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ലങ്സിനെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് സിവിയർ ആയാൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. And another condition is smoking. Smoking is a bad habit that harmfully affects the human race. What are the respiratory disorders caused by smoking? So, through സ്മോക്കിംഗ് വഴി വരുന്ന റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലങ് ക്യാൻസർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എംഫിസീമ ആൻഡ് ദ തേർഡ് വൺ ഈസ് bronchitis. So those are the 3 types of സ്മോക്കിംഗ്. അതായത് സ്മോക്കിംഗ് വഴി നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കോസ് ചെയ്യുന്ന ഡിസോർഡേഴ്സ് ആണ് ലങ് ക്യാൻസർ, എംഫിസീമ ആൻഡ് ബ്രോങ്കൈറ്റിസ്. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ലങ് ക്യാൻസർ. Carcinogens present in tobacco cause lung cancer. അതായത് ടൊബാക്കോ എന്ന് പറയുന്ന വിഷവസ്തുവിലുള്ള കാർസിനോജൻസ് ആണ് ലങ് ക്യാൻസറിന് കാരണമാകുന്നത്. ഇത് 3 ഡിസീസസും ഇമ്പോർട്ടൻ്റ് ആണ്, അത് മെയിനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. സോ നമുക്ക് അവിടെ ഒരു നോർമൽ ലങ്സും ലങ്സ് അഫക്റ്റഡ് ബൈ ക്യാൻസറും അവിടെ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. സോ ടൊബാക്കോയിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാർസിനോജൻസ് ആണ് ലങ് ക്യാൻസറിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് എംഫിസീമ. Emphysema, which means
The alveoli ruptures due to the loss of elasticity. അതായത് ആൽവിയോളി എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിൽ കാണപ്പെടുന്ന ആൽവിയോളസ് മീൻസ് വായു ഗാഷ്യസ് എക്സ്ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അത് റപ്ചർ വിച്ച് മീൻസ് അത് പൊട്ടിപ്പോകുന്നു. ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് കണ്ടൈൻഡ് ഇൻ ടൊബാക്കോ. ടൊബാക്കോയിൽ കാണപ്പെടുന്ന ടോക്സിക് സബ്സ്റ്റൻസസ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട്, ഇവിടെ ആൽവിയോളയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ the elasticity lost and alveoli may rupture. So this reduce the respiratory surface and reduce vital capacity. So അവിടെയുള്ള വൈറ്റൽ കപ്പാസിറ്റിയും റെസ്പിറേറ്ററി സർഫസ് ഏരിയാസ് ഒക്കെ അത് കുറക്കുന്നുണ്ട്. ദാറ്റ് ഡിസീസ് ഈസ് നോൺ ആസ് എംഫിസീമ. സോ നമ്മുടെ ആൽവിയോളി, നോർമൽ ആൽവിയോളയും എംഫിസീമ എഫക്റ്റ് ചെയ്ത ആൽവിയോളയും പിക്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ടൊബാക്കോ സബ്സ്റ്റൻസസ് നമ്മുടെ ആൽവിയോളയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വഴി ആൽവിയോളീസിൻ്റെ ഇലാസ്റ്റിസിറ്റി ലോസ് ചെയ്തിട്ട് റപ്ചേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇത് വൈറ്റൽ കപ്പാസിറ്റിയും റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഡിസീസ് ഈസ് കോൾഡ് എംഫിസീമ. Okay, and the third one is bronchitis. The tar, carbon monoxide, etc. in tobacco leads to the deposition of mucus and the swelling of lungs due to the proliferation of germs in the alveoli. അതായത് നമ്മുടെ ബ്രോങ്കിയോൾസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ബ്രോങ്കൈറ്റിസ് ഡിസീസ്. ടൊബാക്കോയിലുള്ള ടാറ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള കാർസിനോജിനിയസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്രോങ്കസിൽ മ്യൂക്കസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലങ്സിനൊക്കെ സ്വെല്ലിങ് ഉണ്ടാക്കുന്നുണ്ട്. അതിലുള്ള പ്രൊലിഫറേഷൻ ഓഫ് ജെംസ് പെരുകുന്നത് മൂലം ആൽവിയോളിസിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ലങ്സ് ജെംസിൻ്റെ പ്രൊലിഫറേഷൻ, അതുപോലെ തന്നെ ഡെപ്പോസിഷൻ ഓഫ് മ്യൂക്കസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുവഴിയൊക്കെ ലങ്സ് സ്വെൽ ചെയ്യുന്നുണ്ട്. ഇത് എന്ത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ടൊബാക്കോ യൂസ് ചെയ്യുന്നതുകൊണ്ട്. ബിക്കോസ് ടൊബാക്കോയിൽ അടങ്ങിയിട്ടുള്ള ടാർ, കാർബൺ മോണോക്സൈഡ് ആണ് ഇത് മെയിനായിട്ടും ഈ മറ്റാ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഡിസീസ് ഈസ് കോൾഡ് bronchitis. So here there are the main three types of diseases that affect the respiratory system with smoking. Smoking വഴി affect ചെയ്യുന്ന respiratory disorders ആണ് lung cancer, emphysema and bronchitis. Okay, so അത് എങ്ങനെയാണ് വരുന്നത്? with the use of കാർസിനോജിനിയസ് ഓർ ടൊബാക്കോ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ 3 ഡിസീസസും നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്സിജൻ കൂടാതെ നമുക്ക് എങ്ങനെ റെസ്പിറേഷൻ ചെയ്യാൻ പറ്റും. Without oxygen is called anaerobic respiration and with the help of oxygen is called aerobic respiration. എങ്ങനെയാണ് ബാക്ടീരിയ, ഈസ്റ്റ് എന്താ പറയുക ഇത് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ എങ്ങനെ, അതേപോലെ തന്നെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ആകുന്നത് എന്നുള്ളതാണ്. അവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെയാണ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്നുള്ളതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.